ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹൗ ലോങ്. ഹൗ ലോങ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്? ഹൗ ലോങ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ഇൻ ടേംസ് ഓഫ് സ്പേസ്. എന്താണ് ഇൻ ടേംസ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ആ ടേബിളിന് എത്ര നീളമുണ്ട്, ആ ബെഞ്ചിന് എത്ര നീളമുണ്ട്, ആ റൂമിന് എത്ര നീളമുണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ അതിന് എത്ര നീളം ഉണ്ട് അത് നമ്മൾ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഒരു മെഷർമെൻ്റാണ് പറയുന്നത്, ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ. അത് ഇൻ ടേംസ് ഓഫ് സ്പേസ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതല്ല, ഇൻ ടേംസ് ഓഫ് ടൈം. ടൈമിനെ പറ്റി പറയുമ്പോഴും നമുക്ക് ഹൗ ലോങ് ഉപയോഗിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കാറില്ലേ, എത്ര നാളായി നിങ്ങൾ ഇവിടെ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ഈ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, എത്ര സമയമായി ഈ TV കാണാൻ തുടങ്ങിയിട്ട്, എത്ര നേരമായി ഇവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കില്ലേ? എത്ര നാളായി, എത്ര സമയമായി, എത്ര നേരമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഹൗ ലോങ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് അത് നോക്കാം. ഹൗ ലോങ് എങ്ങനെ ഉപയോഗിക്കും? എത്ര നാളായി നിങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളുകളായിട്ട് നിങ്ങളിവിടെ താമസിച്ചു വരുന്നു എന്നാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റേയിങ് ഹിയർ? നോക്കൂ, ഹൗ ലോങ് കഴിഞ്ഞിട്ട് ഹാവ് യു ബീൻ സ്റ്റേയിങ് ഹിയർ, അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാവ് യു ബീൻ സ്റ്റേയിങ് എന്നാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്താണ്? ഹൗ ലോങ് കഴിഞ്ഞിട്ട് ഹാവ്, പിന്നെ യു സബ്ജക്റ്റാണ് അവിടെ ഉപയോഗിച്ചത്. ഹാവ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഉപയോഗിച്ചു, പിന്നെ ബീൻ അത് കഴിഞ്ഞിട്ട് സ്റ്റേയിങ് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിച്ചത്. ഇവിടെ യു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചത്. എത്ര നാളായി അവൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹൗ ലോങ് ഹാസ് ഹി ബീൻ സ്റ്റേയിങ് ഹിയർ എന്നാണ് ചോദിക്കേണ്ടത്. നോക്കൂ, ഹാവ് എന്നതിനെ ഹാസ് ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഹാവും ഹാസും ഉപയോഗിക്കാം സബ്ജക്റ്റ് അനുസരിച്ച്. I, you, we, they, പിന്നെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. അതല്ല സിംഗുലർ സബ്ജക്ട്സ്, ഇപ്പോൾ ഹി, ഷീ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ നെയിം, അതല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാസ് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഹൗ ലോങ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് വേർബിൻ്റെ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ സെൻറ്റൻസ് ഉണ്ടാക്കാം. എക്സാമ്പിൾസ് നോക്കൂ. എത്ര നാളായി നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്? എത്ര നാളായി അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു? ഹൗ ലോങ് ഹാസ് ഷീ ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? എത്ര സമയമായി ആ കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയിട്ട്? എത്ര സമയമായിട്ട് അത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ലോങ് ഹാസ് ദ ബേബി ബീൻ സ്ലീപ്പിംഗ്? നോക്കൂ, ഹാസ് ദ ബേബി ഹാസ് ഉപയോഗിച്ചു. എത്ര നേരമായി അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു? ഹൗ ലോങ് ഹാസ് ഷീ ബീൻ കുക്കിംഗ് ഫുഡ്? എത്ര നാളായി അവൾ കാർ ഡ്രൈവ് ചെയ്യുന്നു? ഹൗ ലോങ് ഹാസ് ഷീ ബീൻ ഡ്രൈവിംഗ് കാർ? ഹൗ ലോങ് നമുക്ക് വേറൊരു സിറ്റുവേഷനിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുത്തു, അതും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുക്കും. അങ്ങനെ പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഒക്കെ എത്ര സമയം എടുക്കും, എത്ര സമയം എടുത്തു, എത്ര സമയം എടുക്കാറുണ്ട് എന്നൊക്കെ നമുക്ക് ചോദിക്കുമ്പോഴും ഹൗ ലോങ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ചോദിക്കാറില്ലേ, സ്കൂളിൽ പോകുന്നതിന് അവൾ റെഡിയാകുന്നതിന് എത്ര സമയം എടുക്കാറുണ്ട്? അവൻ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് എത്ര സമയം എടുക്കും? അവൾ ഈ ഭക്ഷണം പാകം ചെയ്യാൻ എത്ര സമയം എടുത്തു? ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അതൊക്കെ നമുക്ക് ഹൗ ലോങ് ഉപയോഗിച്ച് ചോദിക്കാം. അത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് പ്രസൻറ്റ് ടെൻസ് നോക്കാം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. ഓഫീസിൽ എത്തുന്നതിന് എത്ര സമയം എടുക്കാറുണ്ട്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ഓഫീസ്?
ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ഓഫീസ്? ഓഫീസിൽ എത്തുന്നതിന് എത്ര സമയം എടുക്കാറുണ്ട്? നോക്കൂ, ഡസ് ഇറ്റ് ടേക്ക് ഉപയോഗിച്ചത് ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആയതുകൊണ്ടാണ്. ഇനി ഓഫീസിൽ പോകുന്നതിന് എത്ര സമയം എടുക്കും എന്നായിരുന്നെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ഓഫീസ് എന്നാണ് ചോദിക്കേണ്ടത്. ഇനി അതുമല്ല, പാസ്റ്റ് ടെൻസിലാണെങ്കിലോ ഓഫീസിൽ എത്തുന്നതിന് എത്ര സമയം എടുത്തു? അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു റീച്ച് ഓഫീസ്? അങ്ങനെ ഡസ്, ഡിഡ്, അതുപോലെ വിൽ ഒക്കെ മാറ്റി മാറ്റി വെച്ച് നമുക്ക് ഈ ഡിഫറെൻറ്റ് മീനിങ്സിൽ ഉപയോഗിക്കാം. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആവുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഹൗ ലോങ് കഴിഞ്ഞിട്ട് ഡസ് ഇറ്റ് ടേക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ആക്ഷൻ ഉപയോഗിക്കുക. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ഓഫീസ്, ഡസ് ഇറ്റ് ടേക്ക് ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഫോം ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു റീച്ച് ഓഫീസ് എന്നാണെങ്കിൽ എത്ര സമയം ഓഫീസിലെത്താൻ എടുത്തു എന്നല്ലേ. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ ടു റീച്ച് ഓഫീസ്. ഓഫീസിലെത്താൻ എന്നായതുകൊണ്ടാണ് ടു റീച്ച് ഓഫീസ് ആയത്. ട്രിവാൻഡ്രത്തെത്താൻ എന്നാണെങ്കിൽ ടു റീച്ച് ട്രിവാൻഡ്രം. ഇവിടെ വരാൻ എന്നാണെങ്കിൽ ടു കം ഹിയർ എന്ന്. അപ്പോൾ എന്താണ് ആക്ഷൻ, അതവിടെ ഉപയോഗിക്കുക. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഓഫീസിലെത്താൻ എത്ര സമയം എടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ ആക്ഷൻ പറയേണ്ടത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ഓഫീസ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നതിന് എത്ര സമയം എടുക്കാറുണ്ട്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ബേക്ക് എ കേക്ക്? എത്ര സമയം എടുക്കാറുണ്ട് എന്ന മീനിങ് ആയി. ഇനി ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നാണെങ്കിൽ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ബേക്ക് എ കേക്ക്? അതുമല്ല നമുക്ക് വേണ്ടത്, ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ബേക്ക് എ കേക്ക്? ഇവിടെയൊക്കെ നമ്മൾ മീൻ ചെയ്യുന്നത് ഹൗ മച്ച് ടൈം ഈസ് നീഡഡ്, ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് എന്നാണ്. എത്ര ടൈം ആവശ്യമുണ്ട്? നിങ്ങളുടെ MBA കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് യുവർ MBA? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് യുവർ MBA? ഇനി നമുക്ക് ചോദിക്കേണ്ടത്, സ്കൂളിൽ പോകാൻ റെഡിയാകുന്നതിന് നിങ്ങൾക്ക് എത്ര സമയം എടുക്കാറുണ്ട്? അങ്ങനെ ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഗെറ്റ് റെഡി ഫോർ ദ സ്കൂൾ എന്നാണ് ചോദിക്കേണ്ടത്. അവിടെ ഒരു യു ആഡ് ചെയ്തു നമ്മൾ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഗെറ്റ് റെഡി ഫോർ ദ സ്കൂൾ? ഇനി ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എത്ര സമയം എടുക്കാറുണ്ട് എന്നാണെങ്കിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ബേക്ക് എ കേക്ക്? ഇനി അങ്ങനെയല്ല, ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നതിന് അവൾ എത്ര സമയം എടുത്തു? അവൾ എത്ര സമയം എടുത്തു എന്നാണ്, നിങ്ങൾ എന്നല്ല. അപ്പോൾ എടുത്തു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ഹെർ ടു ബേക്ക് എ കേക്ക്? അവൾ എത്ര സമയം എടുത്തു എന്നല്ലേ. അപ്പോൾ അവിടെ ഹെർ എന്ന് ആഡ് ചെയ്തു. അവൻ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് എത്ര സമയം എടുക്കാറുണ്ട്? ഇവിടെ നോക്കൂ, അവൻ എന്നാണ്. അവൻ എത്ര സമയം ന്യൂസ് പേപ്പർ വായിക്കാൻ എടുക്കും എന്നല്ലേ. എത്ര സമയം എടുക്കും എന്നാണ്. അവൻ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് എത്ര സമയം എടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഹിം ടു റീഡ് ദ ന്യൂസ് പേപ്പർ? ഇപ്പോൾ മനസ്സിലായല്ലോ, ആ സബ്ജക്റ്റ് അവിടെ വയ്ക്കണം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് അല്ലെങ്കിൽ ഡിഡ് ഇറ്റ് ടേക്ക്, അതുമല്ലെങ്കിൽ ഡസ് ഇറ്റ് ടേക്ക് കഴിഞ്ഞിട്ട് യു എന്നോ ഹിം എന്നോ ഹെർ എന്നോ ഒക്കെ മാറ്റി മാറ്റി നമുക്ക് മീനിങ് അനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ലെസൺ ഹൗ ലോങ് ഉപയോഗിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു.